പ്രിയമുള്ളവരെ, ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരള വേർഷൻ ഇന്നലെ നടന്നു കഴിഞ്ഞു. ഈ സമയത്ത് വോട്ടിംഗ് മെഷീൻ വലിയ പ്രശ്നങ്ങൾ പലയിടത്തും സൃഷ്ടിച്ചു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു. പലയിടത്തും വോട്ടിംഗ് മെഷീൻ ഇടക്ക് പണിമുടക്കി. അതുപോലെ അതിൽ ചെയ്യുന്ന വോട്ടുകൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് വീഴുന്നില്ല. അങ്ങനെയുള്ള നിരവധി പരാതികൾ. ഇത് നേരത്തെ ഇതിൻ്റെ റിഹേഴ്സൽ നടത്തിയപ്പോൾ തന്നെ കാസർഗോഡും മറ്റുമൊക്കെ ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ അതീവ ഗൗരവമുള്ള വിഷയം ആണ് എന്ന നിലക്ക് അത് കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി വേറെ ഇത് സംബന്ധമായി ചർച്ച നടക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ചർച്ച എത്തുകയും ചെയ്തപ്പോൾ അത് വളരെ ഗൗരവമായി കാണണമെന്നും പരിശോധിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കോടതി ഇടപെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഈ വോട്ടിംഗ് മെഷീൻ ഇന്നലെ കേരളത്തിലെ പല ഭാഗത്തും ഇങ്ങനെ പണിമുടക്ക് നടത്തിയതും അതുപോലെ ചെയ്ത സ്ഥാനാർത്ഥിക്കല്ലാതെ എവിടെ ചെയ്താലും താമര വിരിയുന്ന ഒരു ലക്ഷണം, ഒരു ശൈലി എന്ന നേരെ മറിച്ചെവിടെയും കാണുന്നില്ല. താമരയ്ക്ക് ചെയ്ത ഏതെങ്കിലും ഒരു വോട്ട് കൈപ്പത്തിക്കോ സൈക്കിളിനോ അല്ലെങ്കിൽ ചുറ്റികക്കോ ഒന്നും വീഴുന്നില്ല. എല്ലാത്തിൻ്റെയും കൺട്രോള് ഒരേ പാനലിലേക്ക്. എവിടെ ചെയ്താലും അത് അബദ്ധത്തിൽ തെറ്റിപ്പോയാൽ പോകുന്നത് BJPക്ക്, താമരക്ക്. ഈ രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ച മെഷീനാണല്ലോ. ആ മെഷീൻ എന്ന് പറയുന്നത് കുറ്റമറ്റതായിട്ടാണ് നമ്മിൽ പലരും മനസ്സിലാക്കുന്നത്. വളരെ വേഗത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കും, അതിൻ്റെ എണ്ണാനൊക്കെ വലിയ താമസം വരികയില്ല എന്നൊക്കെ കരുതിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകമായൊരു ലാഭമൊന്നുമില്ല. മെഷീൻ്റെ കാശും കൂടെ നഷ്ടം എന്നല്ലാതെ കുറച്ച് പേപ്പറുകൾ ഒഴിവായി കിട്ടും എന്നല്ലാതെ വേറെ ഒരു നേട്ടവും ഇതുകൊണ്ടുള്ളതായി ബോധ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ ഇന്നലെ പലയിടത്തും പരാതിയുണ്ടായി. ചെയ്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് വരുന്നില്ല. ആർക്ക് ചെയ്താലും അവസാനം വോട്ടിൻ്റെ ആ സ്ക്രീനിൽ പ്രിൻ്റ് വീഴുന്നത് വേറെ ഒരു സ്ഥാനാർത്ഥിക്ക്, അഥവാ താമരയാണ് അതിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താമരക്ക് പെട്ടെന്ന് വിരിയാനുള്ള ഒരു പറുദീസയാക്കി നമ്മുടെ വോട്ടിംഗ് യന്ത്രത്തെ, നമ്മുടെ ഈ മെഷീനിനെ, പ്രിൻറ്റിനൊക്കെ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അവസാനമായി കോടതി എന്തെങ്കിലും പരിഹാരം പറയുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ അതൊക്കെ ഗൗരവകരമായിട്ട് തന്നെ പരിഗണിച്ചു എന്ന് പറയുന്ന കോടതിയുടെ വിധി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താണ് അവരുടെ വിധി? ഈ വോട്ടിംഗ് മെഷീന് അത്ര പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടതും അവരുടെ മുമ്പിൽ വെച്ച് കാണിക്കപ്പെട്ടതും ഒക്കെയാണ്. എന്നിട്ട് പോലും അത് അത്ര പ്രശ്നമില്ല, ഈ താമര മുഹബത്ത് പ്രത്യേകമായൊരു കാര്യമൊന്നുമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ കോടതി എന്ന് പറയുന്നത് ഭരിക്കുന്ന ആളുകളുടെ ഏട്ടന്മാരോ അഞ്ചന്മാരോ ആണ് ആ കോടതിയിലുള്ളത്. നാളെ ആ കോടതിയിൽ നിന്ന് റിട്ടയർഡ് ആയാൽ അവർക്ക് കയറിയിരിക്കാനുള്ള സ്ഥാനം ഒന്നിരിക്കൽ രാഷ്ട്രപതി സ്ഥാനം, അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം, അല്ലെങ്കിൽ MP സ്ഥാനം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം, ഇങ്ങനെയുള്ള പല പദവികളും അവർക്ക് കയറിയിരിക്കാനുള്ളതാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെ തൃപ്തിപ്പെടുത്താനാണ് കിട്ടുക എന്നുള്ളത് ആ ബ്യൂറോക്രസി കണ്ടറിഞ്ഞാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിനെ അനുകൂലമാക്കി വിധി കൊടുത്ത അദ്ദേഹം പെട്ടെന്നാണല്ലോ MP ആയി പ്രത്യക്ഷപ്പെടുന്നത് പാർട്ടിയുടെ. ഇങ്ങനെ എന്ന് വെച്ചാൽ ഭരിക്കുന്ന ഫാസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉപശാഖ നമ്മുടെ നീതിപീഠത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണല്ലോ. ഒരു തെളിവുമില്ലാതെ തെളിവുണ്ടാക്കിയിട്ട് ഉൾട്ട വിധി പ്രഖ്യാപിച്ച്, പള്ളി ഉണ്ടായിരുന്നു അവിടെ, വേറെ ക്ഷേത്രം ഇല്ല എന്ന് കണ്ടെത്തിയ സ്ഥലത്ത് വിധി പറയുന്നത് എന്താ, ക്ഷേത്രം ഉണ്ടാക്കണമെന്ന്. ഇങ്ങനെ ആർക്കും ബോധ്യപ്പെടാത്ത വിധികൾ കൊണ്ടുവരുന്ന ഈ ജഡ്ജിമാർ അവസാനം അവർ റിട്ടയർഡ് ആയാൽ അവർക്ക് പെട്ടെന്ന് തന്നെ, അത് കുറച്ച് കാലപ്പഴക്കൊന്നും നടത്തുന്നില്ല, MP ആകുന്നു, മന്ത്രിയാകുന്നു, ഗവർണറാകുന്നു, അങ്ങനെ പല സംവിധാനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവസാന വാക്കായിട്ട് ജനങ്ങളൊക്കെ കരുതിയിരുന്നത് ഇതൊക്കെ പരിശോധിച്ചിട്ട് ഈ തെറ്റൊക്കെ ബോധ്യപ്പെട്ട കോടതി അതിനെ നിരാകരിക്കുമെന്നാണ് മനസ്സിലാക്കിയതെങ്കിലും ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിവസം, ഇന്നലെ വിധി വന്നിരിക്കുകയാണ്. അതൊന്നും പറ്റില്ല, അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് അതിൻ്റെ തെറ്റ്. പക്ഷേ എന്താണ് പ്രശ്നം?
കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ട് കമ്മീഷന് ഒന്നും ചെയ്യാനില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നവരും പോകാനുള്ളത് ഈ പാർട്ടിയുടെ എംപിയും MLAയും അതുപോലെ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ ആയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ഭാവി ചിന്തിക്കണമല്ലോ. നീതിയിലേക്കല്ല ഇപ്പോൾ ഒരു വകുപ്പിലുള്ളവർ നോക്കുന്നത്, ഭാവിയിലേക്കാണ്. അപ്പോൾ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് അനീതിക്കാണോ കൂട്ടു നിൽക്കേണ്ടത് അതിന് ഞങ്ങൾ റെഡിയാണ് എന്ന ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ പല സെക്ഷനുകളിലും. അപ്പോൾ നമുക്ക് ഇവിടെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടായിരുന്നത്, ആരൊക്കെ എന്തൊക്കെ കളിഞ്ഞാലും ഇവിടുത്തെ കോടതി നമുക്ക് അനുകൂലമാവുമല്ലോ, നമുക്ക് നല്ല നീതിയോടൊപ്പം നിൽക്കുമല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ ഏറ്റവും വലിയ അനീതിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ വിഷയത്തിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പരിഹാരം കോടതിയുടെ പക്കൽ നിന്നില്ല. കോടതി പറയുന്നത് എന്താണ്, ഇതൊക്കെ ഉട്ടോപ്യനാണെന്ന്. ഇത് ഈ യാന്ത്രിക മെഷീനെ ഒഴിവാക്കിയിട്ട് പഴയ ബാലറ്റിലേക്ക് പോകുക എന്നുള്ളത് അചിന്ത്യമാണ്, അതൊക്കെ ഉട്ടോപ്യൻ നയമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഈ ഉള്ളുകള്ളി തിരിച്ചറിഞ്ഞ, ഇതിൻ്റെ വഞ്ചന തിരിച്ചറിഞ്ഞ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും അതുപോലെ മറ്റ് പല രാഷ്ട്രങ്ങളുമൊക്കെ, വികസിത രാജ്യങ്ങൾ പോലും ഈ സ്വഭാവം മാറ്റിയിട്ട് അതിന് റിസൾട്ട് വരാൻ 1, 2, 3 ദിവസം വൈകിയാലും വേണ്ടില്ല, ജനവിധിയായി കിട്ടുമല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാമല്ലോ, വോട്ട് ചെയ്തതിൽ തന്നെ പ്രതിഫലിപ്പിക്കുമല്ലോ എന്നൊക്കെ മനസ്സിലാക്കി അവരൊക്കെ ഇതിൽ മാറ്റം വരുത്തി ഈ ഉട്ടോപ്യൻ സംസ്കാരം എന്ന് ഇവർ പറയുന്ന, നമ്മുടെ കോടതിയൊക്കെ വിശേഷിപ്പിക്കുന്ന ഇതിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഭയങ്കര രാജ്യമാണല്ലോ, അപ്പോൾ നമുക്കതൊന്നും തിരുത്താൻ പറ്റില്ല. പക്ഷേ തിരുത്താൻ പറ്റായല്ല, തിരുത്തിയാൽ ഭരണകൂടത്തിനനുസരിച്ച് തീരുമാനം എടുത്തു കൊടുക്കാൻ കമ്മീഷന് കഴിയില്ല, കോടതിക്ക് കഴിയില്ല എന്നൊരു ആശങ്കയാണ്. കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിലുള്ളവർ പിന്നെ റിട്ടയർമെൻ്റ് ആയാൽ വേറെ വീട്ടിൽ ഈച്ചനായിട്ട് ഇരിക്കേണ്ടി വരും, ശമ്പളമൊക്കെ വാങ്ങിയിട്ട്, പെൻഷൻ വാങ്ങിയിട്ട്. അതുപോലെ അതിനേക്കാളൊക്കെ നല്ല ശമ്പളവും കിമ്പളമൊക്കെ കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റുമൊക്കെ നമ്മുടെ അധികാരത്തിൽ വരണം എന്ന് അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. മനുഷ്യന്മാരുടെ ആഗ്രഹമാണല്ലോ. അത് നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും രാജ്യത്തെ സുരക്ഷിതമായ അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ഈ കോടതിയിലുള്ള ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റിൻ്റെ ശേഷം ആജീവനാന്തം അവർ ജോലി സ്വീകരിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരണം. ജഡ്ജിയായി വിരമിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായാൽ മറ്റൊരു ജോലിയും ഒരു തൊഴിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മറ്റുമൊന്നും അതിൻ്റെ അധികാര സ്ഥാനങ്ങളിലോ ഭരണഘടനാ സ്ഥാനങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിയമം കൂടി ഉണ്ടാക്കിയാലേ നിർവാഹമുള്ളൂ. അതിപ്പോൾ ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ഇവർക്ക് വേണ്ടിയാണ് അവരൊക്കെ നയിക്കപ്പെടുന്നത്, അതിനുവേണ്ടി അവരെ ഭാഗപ്പെടുത്തിയെടുത്ത ആളുകളാണല്ലോ. അപ്പോൾ അത് അപേക്ഷിക്കാൻ ഇങ്ങോട്ടും താല്പര്യമില്ല, അപേക്ഷിച്ച് നടപ്പിലാക്കാൻ ഭരണകൂടത്തിനും താല്പര്യമില്ല. അപ്പം ഇനി ഏതെങ്കിലും അബദ്ധത്തിലെങ്ങാനും ഈ ഭരണം മാറി വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും, അവർക്കനുസരിച്ച് നീങ്ങണമെന്ന്. മൊത്തത്തിൽ ഈ ബ്യൂറോക്രസിയെ ഭരണകൂടം അവരുടെ കളിപ്പാവയാക്കി മാറ്റുന്ന വിഷയത്തിൽ ഇതുവരെ ഭരിച്ച ഗവൺമെൻറ്റിനും ഒരേ പങ്കാണ്, ഇപ്പോഴുള്ള ഗവൺമെൻറ്റിനും ഒരേ പങ്കാണ്. ഇപ്പോൾ അത് കുറച്ച് യാതൊരു ദശാവുമില്ലാതെ ദയവുമില്ലാതെ നടപ്പിലാക്കുന്നു. മറ്റുള്ളവർ മുമ്പ് കുറേ കാലം ഭരിച്ചത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അത് ചെയ്തുള്ളൂ എന്നുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ പ്രതിപക്ഷത്തുള്ളവർ ഭരണപക്ഷത്ത് വന്നാലും അവർക്കനുസരിച്ചുള്ള ഒരു രീതിയിലായിരിക്കണം മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുമല്ലോ. ലോക്പാൽ നടപ്പിലാക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് അധികാരത്തിലുള്ള സമയത്ത് പ്രധാനമന്ത്രിനെ കൂടി അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നപ്പോൾ അത് പറ്റൂല, അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നായിരുന്നു അന്ന് ആ മൻമോഹൻ്റെ പാർട്ടിയും അതുപോലെ അവരെ പിന്തുണക്കുന്നവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. എന്താണ് എല്ലാവർക്കും സമമായ നിയമം ലോകത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പമുള്ളത്? അത് പറ്റില്ല, പ്രധാനമന്ത്രിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അയവയമ സമീപനങ്ങൾ ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ദയയില്ലാതെ നടപ്പിലാക്കുന്നു എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഇത് മാറ്റാൻ ജനകീയ പ്രക്ഷോഭം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ആശ്രയിച്ചിരുന്നു കോടതിയെ കൊണ്ട് കഴിയുമെന്ന്. കോടതി ഈ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പല ദുർന്യായങ്ങൾ പറഞ്ഞ് അത് തള്ളിയിരിക്കുകയാണ്. അഥവാ ബാലറ്റ് മെഷീനിലൂടെ തന്നെ വോട്ടിംഗ് നടക്കണമെന്നാണ് അവർക്കിപ്പോൾ നിർബന്ധമുള്ളത്. ഇതിപ്പോൾ മാറ്റാൻ ഇനി വേറെ പരിഹാരമൊന്നുമില്ല. ജനകീയ പ്രക്ഷോഭം കോടതിയുടെ മുമ്പിലും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിലും പാർലമെൻറ്റിന് മുമ്പിലുമൊക്കെ നിലക്കാത്ത പ്രക്ഷോഭം, കർഷക സമരം പോലെയുള്ള സമരം നടത്തിയിട്ട് ഇത് മാറ്റിയെടുത്താൽ മാത്രമേ വോട്ടിംഗ് മെഷീനിൽ ബാധിച്ചിട്ടുള്ള ഈ താമര മുഹബത്ത് പമ്പകെടുത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മുഹബത്ത് എല്ലാ പാർട്ടിക്കാരോടും എല്ലാ ചിഹ്നത്തിനോടും പറ്റുമല്ല. പക്ഷേ അബദ്ധത്തിൽ പോലും താമരക്ക് ചെയ്തൊരു വോട്ടും മറ്റ് ഒരു പാർട്ടിക്കും പോകുന്നില്ല. അതുപോലെ താമരക്കല്ലാതെ വേറെ ഒരു സ്വതന്ത്രൻ്റെ ചിഹ്നത്തിൽ ചെയ്ത വോട്ട് പോലും വരുന്നില്ല. ഇങ്ങനെയുള്ളൊരു പ്രത്യേകമായ കൺട്രോൾമെൻറ്റ് അത് ശരിയല്ലല്ലോ. അതിനുവേണ്ടി പ്രക്ഷോഭമാണെങ്കിൽ പ്രക്ഷോഭം, അല്ലെങ്കിൽ പരിഹാരത്തിൻ്റെ വേറെ മാർഗങ്ങൾ, അതൊക്കെ ചിന്തിക്കാൻ ഇന്ത്യൻ ജനത ഉത്ബുദ്ധരാവേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് നമുക്കിവിടെ ഉണർത്താനുള്ളത്.